ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ട് നിഫ്റ്റിയുടെ ലെവൽസ് പറയാം. നിഫ്റ്റി ഈ ആഴ്ച ഇപ്പോൾ കറണ്ട് ക്ലോസ് ചെയ്തത് 23,465 ഓക്കെ. അപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കും നിഫ്റ്റി ബുള്ളിഷ് ആണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ബുള്ളിഷ് ആണ്, നിഫ്റ്റി ബുള്ളിഷ്നെസ് ആണ്. എന്നിരുന്നാലും ഒരു റീട്രേസ്മെൻറ്റ്, അതായത് കുറച്ച് താഴോട്ട് വന്നതിന് ശേഷം മാത്രമാണ് മുകളിലേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷെ താഴോട്ട് വന്നില്ല, അതിന് മറിച്ച് ഒരു 4-5 ദിവസം നല്ല കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ നല്ല കൺസോൾട്ടേഷൻ ആയിട്ട് അവിടെ നിന്നു. അതായത് ശരിക്കും പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ മാർക്കറ്റ് കുറച്ച് താഴോട്ട് വന്നതിന് ശേഷമാണ് മുകളിലേക്ക് പോകാനായിട്ട് നല്ലത്. ഇപ്പോഴും ഞാൻ പറയാണ്, മാർക്കറ്റ് കുറച്ച് താഴോട്ട് വന്നിട്ട് മുകളിലേക്ക് പോകുന്നതാണ് ഉചിതം. അറ്റ്ലീസ്റ്റ് ഒരു 22,900 വരെയെങ്കിലും വന്നതിന് ശേഷം തിരിച്ച് മുകളിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത്. ഞാനല്ല തിങ്കളാഴ്ച തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് കുഴപ്പമുണ്ടായിട്ട് പറഞ്ഞതല്ല. പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ കുറച്ച് 22,900 വന്നിട്ട് മുകളിലേക്ക് പോകുന്നതാണ് ഉചിതമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അതാണ് നിഫ്റ്റിയുടെ ലെവൽസ്. അപ്പോൾ അടുത്ത ആഴ്ച ബുള്ളിഷ് ആയിട്ടാണ് ഞാൻ നിഫ്റ്റി കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ S&P 500 ഒരു ഫ്ലാറ്റായ രീതിയിലാണ്. 2.14% മാത്രമാണ് ഫോൾ ആയിട്ടുള്ളൂ. നാസ്ഡാക്ക് 0.5% പോസിറ്റീവിലാണ്. ഡോ ജോൺസും ഒരു 0.21% ലോസിലാണ്, നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. നിക്കി 0.24% പോസിറ്റീവിലാണ്. ഫഡ്സ് 0.10% പോസിറ്റീവിലാണ്. പക്ഷെ ഡാക്സ് നല്ല രീതിയിൽ ഫോൾ ആയിട്ടുണ്ട്. 1.44, അത് 1.5% ഫോൾ ആയിട്ടുണ്ട്. CAC 14 അതിന് കൂടുതൽ ഫോൾ ആയിട്ടുണ്ട്. 2.66% CAC 14 ഫോൾ ആയിട്ടുണ്ട്. ഈ ഡാക്സും ജർമ്മൻ മാർക്കറ്റായ ഡാക്സും CAC 14 എന്തുകൊണ്ടാണ് അധികം ഫോൾ ആയെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതിൻ്റെ ചാർട്ട് നോക്കിയാൽ കണ്ടാൽ അറിയാം. നല്ല രീതിയിൽ ഫോൾ ആയിട്ടുണ്ട്. ഓക്കെ, CAC 14 നല്ല രീതിയിൽ ഫോളോ ആയിട്ടുണ്ട്. എന്തൊക്കെ റീസൺ എന്താണെന്ന് അറിയില്ല. ഞാൻ അവിടുത്തെ എക്കണോമിക് ഡാറ്റ വന്നിട്ട് ഫോളോ ആയതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ന്യൂസ് അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. എന്നാലും പറഞ്ഞു മാത്രം CAC 14 നല്ല രീതിയിൽ ഫോളോ ആയിട്ടുണ്ട്. ഡാക്സ് 1.5% ഫോളോ ആയിട്ടുണ്ട്. ഓക്കെ, ബാക്കി അമേരിക്കൻ മാർക്കറ്റ്സും ബാക്കി യൂറോപ്യൻ മാർക്കറ്റ്സൊന്നും വലിയ കുഴപ്പം കാണിക്കില്ല. അതാണ് അടുത്ത ആഴ്ചയുടെ നിഫ്റ്റിയുടെ ലെവൽസ്. ഓക്കെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സ്റ്റോക്ക് നിങ്ങൾക്ക് ശേഷ പേപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ശേഷ പേപ്പർ എന്തുണ്ടായേ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ശേഷ പേപ്പർ നമ്മൾ 334 ബൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 334 ബൈ എടുത്തുള്ള ആളുകൾക്ക് ഇപ്പോൾ നിലവിൽ ഒരു 5% മുകളിൽ പ്രോഫിറ്റ് റണ്ണിങ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഒരു 8% അവിടേക്ക് പോയിന്റ് ആയിരുന്നു വെള്ളിയാഴ്ച, അതായത് ഇന്നലെ. പക്ഷെ ഇപ്പോൾ നിലവിൽ ക്ലോസ് ചെയ്തത് ഒരു 5% മുകളിൽ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. അപ്പോൾ ശേഷ പേപ്പർ എടുത്തിട്ടുള്ള ആളുകൾ പ്രോഫിറ്റ് റണ്ണിങ് എഴുതി കാണിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. ഓക്കെ, പിന്നെ അതിന് മുന്നേ ആഴ്ച പറഞ്ഞിരുന്ന സ്റ്റോക്കാണ് കൃഷ്ണ എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ആ സ്റ്റോക്ക് 250 ബൈ എടുക്കാൻ പറഞ്ഞിട്ടായിരുന്നു. 250 ബൈ എടുത്ത ആളുകൾക്ക് 280 ടാർഗറ്റ് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ 280 ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് 12% പ്രോഫിറ്റ് 2 ആഴ്ചക്കുള്ളിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കഴിഞ്ഞ മുന്നത്തെ ആഴ്ച പറഞ്ഞ സ്റ്റോക്കിൽ 12% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സ്റ്റോക്കിൽ 5% കൂടി പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഓക്കെ, ഇനി അടുത്ത ആഴ്ചയിലേക്ക് നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും യഥാർത്ഥം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ പ്രോഫിറ്റ് റണ്ണിങ് ആണെങ്കിൽ പ്രോഫിറ്റ് റണ്ണിങ് എഴുതി കാണിക്കുക. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഈ ചാനൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസിൻസ് റിലേറ്റീവ്സിനൊക്കെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ സന്തോഷമായിരുന്നു. അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അടുത്ത സ്റ്റോക്കിൻ്റെ പേര് പറയാം. ഓക്കെ, ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് ഒരു സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വന്നിട്ട് 950 കോടിയുടെ അടുത്താണ് മാർക്കറ്റ് ക്യാപ്പ് വരുന്നത്. അതായത് 1000 കോടി ഇല്ല, 950 കോടി രൂപ മാത്രമാണ് ഈ സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിലുള്ള സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. പിന്നെ ഇതിന് മെറ്റീരിയൽസ് ആയിട്ട് അവർ ഉപയോഗിക്കുന്നത് സിമെൻറ്റ് പ്രൊഡക്ട്സ് ആണ്. സിമെൻ്റ് ആണ് അവരുടെ മെയിനായിട്ട് പ്രൊഡക്റ്റ്. ഓക്കെ, സിമെൻറ്റ്. ഓക്കെ, ഈ ഗണത്തിൽ ഈ സിമെൻറ്റ് സെഗ്മെൻറ്റിൽ NSEയിലും BSEയിലും കൂടി ലീസ്റ്റ് ചെയ്തിട്ടുള്ള 47 കമ്പനികളുണ്ട് മൊത്തം.
ഓക്കെ, അതിൽ 29ാമത്തെ കമ്പനിയാണ് നമ്മൾ പറയാൻ പോകുന്ന കമ്പനി. 29ാമത്തെ കമ്പനിയാണ് സിമെന്റ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ സെക്ടറിന്റെ പി റേഷ്യോ വന്നിട്ട് 31.17 ഈ സെക്ടറിന്റെ പി റേഷ്യോ വരുന്നത്. നമ്മുടെ സ്റ്റോക്കിന്റെ പി റേഷ്യോ വരുന്നത് 10.05. അതായത് സെക്ടറിന്റെ പിന്നേക്കാളും അപേക്ഷിച്ച് 3 മാത്രമാണ് നമ്മുടെ പി റേഷ്യോ ഉള്ളത്. അത് തന്നെ നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഇനി മാർക്കറ്റ് ചെറിയ രീതിയിൽ കറക്ഷൻ വരുന്നുണ്ടെങ്കിൽ തന്നെയും അപ്പോൾ എല്ലാവരും വാല്യൂ ബൈ ഇൻവെസ്റ്റിംഗ് ആ ഗണത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഫോറിനേഴ്സ് ആയാലും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് ആയാലും നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് വാങ്ങിക്കുമ്പോൾ പി റേഷ്യോ വളരെ കുറവുള്ള സ്റ്റോക്കുകളാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ കാറ്റഗറിയിൽ നല്ലൊരു പി റേഷ്യോ വളരെ കുറഞ്ഞ വാല്യൂവിൽ കിട്ടാവുന്ന സ്റ്റോക്കാണ്. ഓക്കെ, 10.05 മാത്രമാണ് സ്റ്റോക്കിന്റെ പി റേഷ്യോ വരുന്നത്. പിന്നെ സെക്ടറിന്റെ ഡിവിഡന്റ് ആവറേജ് ഡിവിഡന്റ് കൊടുക്കുന്നത് 1.10% ആവറേജ് സെക്ടർ ഡിവിഡന്റ് കൊടുക്കുന്നത്. നമ്മുടെ സ്റ്റോക്ക് ഡിവിഡന്റ് കൊടുക്കുന്നത് 1.93%. അതായത് ഓൾമോസ്റ്റ് 2% അടുപ്പിച്ച് ഡിവിഡന്റ് കൊടുക്കുന്നുണ്ട്. സെക്ടറിന് 1%, 1.10% ഡിവിഡന്റ് കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് 2% അടുത്ത് ഡിവിഡന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിനെക്കുറിച്ച് അടുത്തൊരു പ്ലസ് പോയിന്റ് പറയാനുള്ളത് ലോവർ ദാൻ ഇൻഡസ്ട്രി ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 5 years. അതായത് ആവറേജ് ഇതിന്റെ ഇക്വിറ്റി റേഷ്യോ വരുന്നത് 56.33. നമ്മുടെ വരുന്നത് 52.84%. അതായത് 4% കുറവ്. അതായത് ഇത് എപ്പോഴും കുറവായിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തായിട്ട് പറയാനുള്ളത് ഹയർ ദാൻ ഇൻഡസ്ട്രി കറണ്ട് റേഷ്യോ 5 years. 5 yearsൽ കറണ്ട് ദാൻ ഇൻഡസ്ട്രി റേഷ്യോ വരുന്നത് 108.08 ഇൻഡസ്ട്രിയുടെ ആവറേജ് വരുന്നത്. നമ്മുടെ സ്റ്റോക്കിന്റെ വരുന്നത് 113.27% ആണ്. ഇത് 5% കൂടുതലാണ്. ഇത് കൂടി നിൽക്കുന്നതാണ് നല്ലത്. നമ്മൾ ഓരോ പാരാമീറ്റേഴ്സ് പരിശോധിക്കുമ്പോൾ ഓരോന്നിനും ചിലത് കുറഞ്ഞു നിൽക്കുന്ന, ഉദാഹരണം പറയുകയാണെങ്കിൽ പി റേഷ്യോ കുറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. പക്ഷേ ഈ കാര്യം ഹയർ ദാൻ ഇൻഡസ്ട്രി കറണ്ട് റേഷ്യോ 5 years ലാസ്റ്റ് നോക്കുമ്പോൾ ഏവറേജ് ഇൻഡസ്ട്രിയുടെ 108 നിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റോക്കിന് 113 നിൽക്കുന്നുണ്ട്. ഒരു 5% കൂടുതൽ നിൽക്കുന്നുണ്ട്. അതും പ്ലസ് പോയിന്റ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. പിന്നെ ലോ പ്ലഡ്ജിയുടെ പ്രൊമോട്ടർ ഹോൾഡിങ്സ് എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ നോ റെഡ് ഫ്ലാഗ് കാര്യങ്ങളും വേറെ ഒന്നുമില്ല. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 43.71% പ്രൊമോട്ടർ ഹോൾഡ് ചെയ്തേക്കുന്നത്. റീറ്റെയിൽ ആൻഡ് അതേഴ്സ്, അതായത് നമ്മളെ പോലെയുള്ള ചെറുകിട നിക്ഷേപകരും ഹോൾഡ് ചെയ്തേക്കുന്നത് 51.09%. അതായത് ചുരുക്കം പറഞ്ഞാൽ പ്രൊമോട്ടർ ഹോൾഡിങ്സിന്റെ കയ്യിലുള്ള സ്റ്റോക്കിനേക്കാൾ കൂടുതൽ സ്റ്റോക്ക് റീറ്റെയിൽ ആൻഡ് അതേഴ്സിന്റെ കയ്യിലാണ്, നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. 51.09%. ഓക്കെ, പിന്നെ നമ്മൾ ചിന്തിക്കും അത് പ്രൊമോട്ടർ ഹോൾഡിംഗ് 43% കുറവായിട്ട് തോന്നും. പക്ഷെ അതിനെ മറികടക്കാവുന്ന ഒരു പ്ലസ് പോയിന്റ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡാറ്റ പരിശോധിക്കുമ്പോൾ 2022 മുതൽ ഡിസംബർ മുതൽ ഡാറ്റ പരിശോധിക്കുമ്പോൾ 2022 ഡിസംബർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഹോൾഡിങ്സ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിലുണ്ടായിരുന്ന ഹോൾഡിങ്സ് 2.33% മാത്രമായിരുന്നു. പിന്നീട് അത് 2.38%, 3.50%, പിന്നെ 4.23%, പിന്നെ 4.58%, അവസാനം 5.17%. അതായത് 2.33%-ൽ നിന്ന് ഇപ്പം നിലവിൽ 5.17% ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്സ് ഉണ്ട്. അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വളരെ കൃത്യമായിട്ട് ഗ്രാജുവലി അവരുടെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒന്നും കാണാതെ അവരുടെ ഈ സ്റ്റോക്ക് ബൈ ചെയ്ത് കയറ്റി കൊണ്ടുവരില്ല. അപ്പോൾ അവർ ബൈ ചെയ്ത് കയറ്റി കൊണ്ടുപോകുന്നതിൻ്റെ ഒപ്പം തന്നെ അവർ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ച് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളും അതിലേക്ക് കുറച്ച് സ്റ്റോക്കിൽ കുറച്ച് ഫണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കയറ്റി കൊണ്ടുപോകുമ്പോൾ നല്ല രീതിയിൽ സ്റ്റോക്ക് മുകളിലേക്ക് റാലി ചെയ്ത് പോകും. അതിൻ്റെ ഒപ്പം നമ്മളും പതുക്കെ അറിയാതെ കയറി നമുക്കും പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു വേറെ പ്ലസ് പോയിന്റ് CAGR വന്നിട്ട് 29.63% CAGR ഉണ്ട്. അത് വളരെ സൂപ്പർ നമ്പറാണ്. 29.63 CAGR എന്ന് പറയുമ്പോൾ നല്ലൊരു നമ്പറാണ്. ഓക്കെ, ഇതാണ് ഈ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. സ്റ്റോക്കിന്റെ പേര് പറയാം. അതിനു മുന്നേ നമ്മൾ ഈ പറയാൻ പോകുന്ന സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിൽ എത്രയാണ് ക്യാപിറ്റൽ അതിന്റെ 10% മാത്രം ഇതിലേക്ക് അലോക്കേഷൻ ചെയ്യണം. ഓക്കെ, പിന്നെ ഡിസ്ക്ലൈമർ ആയിട്ട് പറയാണ്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, സ്റ്റോക്കിന്റെ പേര് പറയാം. NCL ഇൻഡസ്ട്രീസ് എന്നാണ് ഈ സ്റ്റോക്കിന്റെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞ സിമെന്റ് സെഗ്മെന്റിൽ പെട്ട സ്റ്റോക്കാണ് NCL ഇൻഡസ്ട്രീസ്. നമ്മൾ എഴുതി കാണിക്കാം.
242 രൂപ 10 പൈസയിലാണ് ഇപ്പോൾ കറണ്ട് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് 242 രൂപ 10 പൈസയിൽ. അപ്പോൾ നമുക്ക് ഒരു 240 2 രൂപ കുറഞ്ഞ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. 240 ബൈ എടുക്കാം. ടാർഗറ്റ് 300 വെക്കേണ്ടതാണ്. സ്റ്റോപ്പ് ലോസ് 215 വെക്കേണ്ടതാണ്. 10% സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 25% പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ 300 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 25% നമുക്ക് കിട്ടും. ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ പ്രോഫിറ്റ് അച്ചീവ് ആവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 3 മാസം ഞാൻ പറയുന്നു മാത്രമല്ലോ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെ സ്റ്റോക്ക് ടാർഗറ്റ് അടിക്കാവുന്ന വളരെയധികം സാധ്യതയുണ്ട്. അതുപോലെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ചാർട്ട് നിങ്ങൾക്ക് നോക്കി അറിയാം, നല്ല രീതിയിൽ മൂവ്മെൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ 3 മാസത്തിൽ പറയുന്നു മാത്രമല്ലോ, മിക്കവാറും ഒറ്റ മാസം കൊണ്ട് തന്നെ ടാർഗറ്റ് ഹിറ്റ് ആവുന്നതാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.